ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുന്നാൾ നാളെ ഒരുക്കങ്ങൾ പൂർത്തിയായി. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുന്നാൾ നാളെ പുലർച്ചെ മുതൽ എത്തിച്ചേരുന്ന നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുങ്ങി ചെട്ടിക്കാട് ദേവാലയം. 1,00,000-ലേറെ പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 10:15 തുടങ്ങുന്ന ഊട്ടുനേർച്ച രാത്രി വരെ തുടരും. ചെട്ടിക്കാട് അന്തോണീസ് പുണ്യവാന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ബിനേച്ചനാണ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. നാളെ മെയ് മാസം 12-ാം തീയതിയാണ് ചെട്ടിക്കാട് പുണ്യവാന്റെ സൗഖ്യദായകമായ ഊട്ടുതിരുനാൾ മഹോത്സവം നമ്മൾ കൊണ്ടാടുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഒരു സുദിനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കേരളത്തിൻ്റെ നാനാ സ്ഥലത്തിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഇന്ന് രാത്രിയും നാളെയുമായിട്ട് ഒത്തിരി തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരും എന്ന് കുറേ പേര് അറിയിച്ചിട്ടുമുണ്ട്. എല്ലാവരും വരാറുണ്ട്. ഏതാണ്ട് 1,00,000-ലധികം പേര് വന്ന് നേർച്ച ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്നും വലിയ അനുഗ്രഹമൊക്കെ ലഭിച്ച് തിരിച്ചു പോകുന്നുണ്ട്. നാളെ രാവിലെ 10:15 കോട്ടപ്പുറം രൂപതാമെത്രാൻ അഭിമന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തുടർന്ന് രാത്രി വരെ ഭക്ഷണം വരുന്ന എല്ലാവർക്കും കൊടുക്കുന്നതാണ്. രാത്രി വൈകും വരെ ഭക്ഷണ വിതരണം ഉണ്ടാകുന്നതാണ്. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒത്തിരിയേറെ മക്കൾ ഒരു കൂട്ടായ്മയായി വന്ന് നാളത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുമൊക്കെ ഒരുക്കാനും പച്ചക്കറികൾ അരിയാനും ഒക്കെ ആയിട്ട് വരുന്നത്. ഒപ്പം തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ആനന്ദ്ബൈയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 100ഓളം പേരുള്ള പാചകക്കാരുടെ ഒരു സംഘം തന്നെ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും നേതൃത്വം നൽകി മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. തൃപ്പൂണിത്തുറ ആനന്ദപ്പയുടെ നേതൃത്വത്തിലുള്ള 100-ലധികം പാചക വിദഗ്ധരും ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്നാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത്. ഇതിനായി ടൺ കണക്കിന് അരി, പച്ചക്കറി എന്നിവ വേണ്ടിവന്നു. ഞായറാഴ്ച രാവിലെ റെക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ സജീവമായ പാചകപ്പുരയിൽ നാളെ രാത്രി വരെ പാചകം തുടരും. ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊട്ടുപന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കുന്നതിനായി 10 കൗണ്ടറുകളിലായി ഊട്ടുനേർച്ച വിതരണം ചെയ്യും. ഫൈബർ പ്ലേറ്റിൽ ബൊഫെ രീതിയിലായിരിക്കും നേർച്ച വിതരണം ചെയ്യുക. നാളെ രാവിലെ 10-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിന് സ്വീകരണം. 10:15-ന് അഭിവന്ദ്യ പിതാവ് ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി, നൊവേന, ആരാധന. തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളിക്കു ചുറ്റും നടത്തുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധന്റെ തിരുസ്വരൂപത്തിൽ പൂക്കൾ വർഷിക്കും. രാവിലെ 6:15 മുതൽ രാത്രി 9:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടക്കും. വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവ് എടുത്തുവയ്ക്കൽ നേർച്ചയ്ക്കും വിശുദ്ധന്റെ അത്ഭുത രൂപം ദർശിക്കുന്നതിനും അടിമ സമർപ്പണത്തിനും പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വാഹന പാർക്കിങ്ങിനായി വിവിധ ഇടങ്ങളിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കൊട്ടുവള്ളിക്കാട് ക്ഷേത്രമുറ്റത്തും തീർത്ഥാടക വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കിയിട്ടുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഡോക്ടർ ഉൾപ്പെടുന്ന മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. തിരുനാൾ ആഘോഷങ്ങൾക്ക് റവറന്റ് ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് പല്ലിശ്ശേരി, സിസ്റ്റർ ജൂബി, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ആൽബി പടമാട്ടുമ്മൽ, ബീനൻ താണിപ്പിള്ളി, അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകും.